നമസ്കാരം പ്രിയ പ്രേക്ഷകർക്ക് പേജ് റോഡിലേക്ക് സ്വാഗതം. കൊൽക്കത്തയിൽ 31 വയസ്സുകാരിയായ വനിതാ ട്രെയിനി ഡോക്ടറെ പീഡിപ്പിച്ച് കൊലപ്പെടുത്തിയ സംഭവത്തിൽ സംസ്ഥാനത്ത് ഡോക്ടർമാർ സമരത്തിനൊരുങ്ങുന്നു. കേസിനാസ്പദമായ സംഭവം നടന്ന കൊൽക്കത്തയിലെ RG കാർ എന്ന പേരുള്ള ആശുപത്രിയിലെ സമരപ്പന്തൽ ഒരു കൂട്ടം ആളുകൾ നേരത്തെ അടിച്ചു തകർത്തിരുന്നു. തുടർന്ന് മെഡിക്കൽ കോളേജ് ഉൾപ്പെടെയുള്ള സർക്കാർ ആശുപത്രികളിലെ ഡോക്ടർമാർ അടക്കം പണിമുടക്കി സമരം ചെയ്തിരുന്നു. ഇരയ്ക്ക് നീതി ഉറപ്പാക്കുന്നതിന് വേണ്ടിയാണ് സമരവുമായി മുന്നോട്ട് വന്നതെന്നും നീതി ലഭിക്കുന്നത് വരെയും സമരവുമായി മുന്നോട്ട് തന്നെ പോകുമെന്നും ഡോക്ടർമാർ മാധ്യമങ്ങളോട് പറഞ്ഞു. ഓഗസ്റ്റ് 9-നാണ് സംഭവം നടക്കുന്നത്. 2ാം വർഷ പോസ്റ്റ് ഗ്രാജുവേറ്റ് ട്രെയിനിയായ ഡോക്ടറാണ് RG കാർ മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ മരണപ്പെട്ട നിലയിൽ കണ്ടെത്തിയത്. കോളേജ് ക്യാമ്പസിനുള്ളിൽ സെമിനാർ ഹാളിനുള്ളിലാണ് മൃതദേഹം കണ്ടെത്തിയത്. പിന്നീട് വന്ന ഓട്ടോപ്സി റിപ്പോർട്ടിൽ മരണം പീഡനത്തിന് ശേഷമാണ് എന്നുള്ളത് തെളിഞ്ഞു. തുടർന്ന് രാഷ്ട്രത്തിന്റെ പല കോണുകളിൽ നിന്നും പല തരത്തിലുള്ള സമരമുറകളുമായി പ്രക്ഷോഭങ്ങളുമായി ഓരോരോ സംഘടനകൾ മുന്നോട്ട് വന്നു. ഡോക്ടർമാരുടെ സുരക്ഷയിൽ ആശങ്കയുണ്ടെന്നും മരണപ്പെട്ട യുവ ഡോക്ടർക്ക് നീതി ലഭിക്കണമെന്നുമുള്ള ആവശ്യങ്ങൾ മുന്നോട്ട് വെച്ചാണ് ഭാരതത്തിൽ അങ്ങോളം ഇങ്ങോളമുള്ള ഡോക്ടർമാർ മുന്നോട്ട് വന്നത്. ഓഗസ്റ്റ് 13-ന് കൽക്കട്ട ഹൈക്കോടതി കേസ് CBIക്ക് കൈമാറാൻ ഉത്തരവിട്ടു. തുടർന്ന് ഓഗസ്റ്റ് 15-ന് ആശുപത്രി വലിയൊരു ജനക്കൂട്ടം വന്ന് തല്ലി തകർത്തു. ആശുപത്രിയിലെ പല ഭാഗങ്ങളും ജനക്കൂട്ടം നശിപ്പിച്ചു. പ്രധാനമായും ഇരയുടെ മൃതദേഹം കിടന്നിരുന്ന സ്ഥലം. കൊലപാതകവും അക്രമ സംഭവവുമായി ബന്ധപ്പെട്ട് ഈ കാര്യത്തിൽ ഇടപെടണമെന്ന ആവശ്യം മുന്നോട്ട് വെച്ച് വിദ്യാർത്ഥികൾ ഗവർണറെ കണ്ടിരുന്നു. തുടർന്ന് ഗവർണർ സഹായം വാഗ്ദാനം ചെയ്തു. അതുപോലെ ആശുപത്രി തകർക്കാനായി വന്ന ആളുകൾ കൊലപാതകത്തിന്റെ തെളിവുകൾ നശിപ്പിക്കാൻ ശ്രമിക്കുകയായിരുന്നു എന്ന് ഗവർണറെ നേരിട്ട് ബോധിപ്പിച്ചു. ഈ ഒരു സാഹചര്യത്തിൽ രാജ്യവ്യാപകമായ പ്രതിഷേധ പ്രകടനങ്ങൾ ശക്തമാവുകയാണ്. കഴിഞ്ഞ ദിവസങ്ങളിലെ പോലെ തന്നെ വരും ദിവസങ്ങളിലും പ്രതിഷേധം ആഞ്ഞടിക്കുമെന്ന് തന്നെ മനസ്സിലാക്കാം. കഴിഞ്ഞ ദിവസം രാത്രിയിൽ ബംഗാളിലെ നഗരങ്ങൾ സ്ത്രീകൾ ഉൾപ്പെടെ ആയിരക്കണക്കിന് ആളുകളെ കൊണ്ട് നിറഞ്ഞു. പ്രതിഷേധവുമായി അണിനിരന്നവർ സ്ത്രീ സുരക്ഷയാണ് അവർ മുന്നോട്ട് വെക്കുന്ന ആവശ്യം. അതുപോലെ തന്നെ ഇരയ്ക്ക് നീതി ലഭ്യമാക്കണം എന്നതും അവരുടെ ആവശ്യമാണ്. ആശുപത്രി അധികൃതരുടെയും പോലീസിന്റെയും അനാസ്ഥ ആരോപിച്ച് മരണപ്പെട്ട ഇരയുടെ മാതാപിതാക്കൾ കൽക്കട്ട ഹൈക്കോടതിയിൽ സമർപ്പിച്ച ഹർജിയിന്മേലുള്ള ഉത്തരവ് പ്രകാരമായിരുന്നു കേസ് CBIക്ക് കൈമാറാൻ തീരുമാനമായത്. ഏതായാലും കേരളത്തിലെ ഡോക്ടർമാരും ഈ ഒരു കാര്യത്തിന്റെ അടിസ്ഥാനത്തിൽ സമരവുമായി മുന്നോട്ട് വന്നിരിക്കുകയാണ്. ഈ ഒരു വിഷയത്തെക്കുറിച്ച് നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങൾ താഴെ കമന്റിൽ അറിയിക്കും.